അതിന്റെ തല കണ്ടാൽ കാളക്കൂറ്റന്റെ തല പോലെ ഇരിക്കും. താപത്തിലർന്നിന്റെ കണ്ണ് കണ്ടാൽ പന്നിയുടെ കണ്ണ് പോലെയാ. അതിന്റെ ചെവിയാണെങ്കിലോ ആനയുടെ ചെവി പോലെയാ. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുകയാ, ദാബത്തുൽ മുതുക് ഒട്ടക പക്ഷിയുടെ മുതുക് മാതിരിയാ. അതിന്റെ നെഞ്ച് കണ്ടാൽ സിംഹത്തിന്റെ നെഞ്ച് പോലെയാ. ലൗനമെറിഞ്ഞതിന്റെ പുള്ളിപ്പുലിയുടെ നിറമാ. അതിന്റെ അരക്കെട്ട് പൂച്ചയുടെ അരക്കെട്ട് പോലെയാ. അതിന്റെ വാല് ആടിന്റെ വാല് പോലെയാ. അതിന്റെ നട്ടെല്ല് കഴുതയുടെ നട്ടെല്ല് പോലെയാ. രണ്ട് സന്ധികളുടെ ഇടയിൽ 12 അടിയോളം അതിന് ദൂരമുണ്ടാകുമെന്ന് സഹോദരങ്ങളെ ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുകയാണ്. ആ ദാബത്തുൽ എന്ന് പറഞ്ഞാൽ കാളക്കൂറ്റന്റെ തലയുള്ള, പന്നയുടെ കണ്ണുകളുള്ള, ആനയുടെ ചെവികളുള്ള, പള്ളിപ്പുലിയുടെ നിറമുള്ള, ഏറ്റവും ആളുകൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു, വയഖ്റുജു മഅഹാ അസാ മൂസാ. ദാബത്തുൽ വലത്തെ കയ്യിൽ മൂസാ നബിയുടെ വടയുണ്ടാകും. വഖാതമു സുലൈമാൻ, ഇടത്തെ കയ്യിൽ സുലൈമാൻ നബിയുടെ മോതിരമുണ്ടാകും. ദാബത്തുൽ എന്താ ദാബത്തുൽ? ഇത് ഇബ്നു കസീർ റഹിമഹുല്ലാ അന്നിഹായത്തു ഫിൽ ഫിത്നി വൽ മലാഗിമിൽ പറയുന്നു. ദാബത്തുൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനമാണ്. അതിന്റെ കയ്യിൽ വലത്തെ കയ്യിൽ മൂസാ നബിയുടെ വടി ഉണ്ടാവും. ചെങ്കടൽ പുലർത്തിയ മൂസാ നബിയുടെ വടി, ആ വടി ഉണ്ടാവും. ഇടത്തെ കയ്യിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോതിരം ഉണ്ടാവും. ദാബത്തുൽ പുറപ്പെട്ടു. അറഫയിൽ ഒരു ഭൂകമ്പം ഉണ്ടാവും. ആ ഭൂകമ്പത്തിൽ നിന്ന് പുറപ്പെട്ട ദാബത്തുൽ ഭൂമി മുഴുവന് ചുറ്റി നടക്കും. ദാബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം മൃഗം. ദാബത്തുൽ അർദ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മൃഗം. ദാബത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ മൃഗം എന്നാണ്. ഖുർആൻ പറഞ്ഞത് ഒരു മൃഗമാണ്, അത് മനുഷ്യനല്ല. പല രൂപങ്ങളുള്ള ഒരു മൃഗങ്ങളുടെ പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു മൃഗം. ആ മൃഗം ഭൂമി മുഴുവനും മലഞ്ഞു തിരിഞ്ഞ് നടക്കും. സഹോദരങ്ങളെ, അവസാനിപ്പിക്കട്ടെ. കാണുന്നവരുടെ എല്ലാം മുമ്പിൽ മുഅ്മിനീങ്ങളെ കാണുമ്പോ ദാബത്തുൽ അർദ് മൂസാ നബിയുടെ വടി കൊണ്ട് മുഅ്മിനീങ്ങളുടെ മുഖത്ത് തടകും. ആ സമയത്ത് സത്യവിശ്വാസികളുടെ മുഖം മുഴുവനും വല്ലാതെ വജ്രം പോലെ പ്രകാശിക്കാൻ തുടങ്ങും. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മടി കൊണ്ട് ഈ ദാബത്തുൽ അർദ് മനുഷ്യരുടെ മുഖത്ത് തടകുമത്രേ. ആ സമയത്ത് മുഅ്മിനീങ്ങളുടെ മുഖം വല്ലാതെ പ്രകാശിക്കാൻ തുടങ്ങും. മോതിരം കൊണ്ട് തടകുമ്പോ കാഫിരീങ്ങളുടെ മുഖം മുഴുവനും കറുത്ത് കരിവാളിക്കും. ലോകം മുഴുവനും ദാബത്തുൽ അർദ് ചുറ്റി നടക്കും. അങ്ങനെ മുസ്ലിമീങ്ങൾ മുഴുവനും മുഖം പ്രകാശിച്ചവരായി, കാഫിരീങ്ങൾ മുഴുവനും മുഖം കറുത്തവരായി. ലോകത്ത് 2 വിഭാഗമല്ലാതെ പിന്നെ മറ്റാരുമില്ല. ഒന്ന് മുഖം പ്രകാശിച്ച മുഅ്മിനീങ്ങൾ, 2 മുഖം കറുത്ത കാഫിരീങ്ങൾ. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും 2ആയിട്ട് വിഭജിച്ചു കഴിയുമ്പോ അതാ ലോകത്ത് നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തെ അടയാളം വരികയാണ്. ഏതാണ് അടയാളമെന്നറിയുമോ? മുഖം പ്രകാശിച്ച മുസ്ലിമീങ്ങൾ മുഴുവനും ഈമാനിന്റെ പ്രഭയോടെ നിൽക്കുമ്പോ അതാ കഅബാലയം പൊളിക്കലായി. ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ നെഞ്ചു തിരിച്ച് നിസ്കരിച്ച കഅബാലയം പൊളിക്കപ്പെട്ടു എന്ന വാർത്ത വരുമ്പോ എന്റെ സഹോദരങ്ങളെ, 60,000-ഓളം വരുന്ന പടയാളികൾ കഅബാലയം പൊളിക്കാൻ വേണ്ടി ഹറമിന്റെ ഉള്ളിലോട്ട് കടന്നു കയറും. അവരിൽ ഒരാൾ കഅബാലയത്തിന്റെ മുകളിൽ കയറും. ബാക്കി 60,000 പേര് മക്ക മുതൽ ജിദ്ദ വരെ നിരന്നു നിൽക്കുമത്രേ. ജിദ്ദ കടലിടുക്ക് മുതൽ മക്കയുടെ കഅബാലയത്തിന്റെ മുറ്റത്ത് വരെ 60,000 പേര് നിരന്നു നിൽക്കും. ഒരാളതാ കഅബാലയത്തിന്റെ മുകളിലോട്ട് കയറി അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയത്തിന്റെ ആദ്യത്തെ ഇഷ്ടിക ഇളക്കിയിട്ട് അടുത്ത് നിൽക്കുന്ന ആളിന്റെ കയ്യിലോട്ട് കൊടുക്കും. അയാൾ അടുത്തവന്റെ കയ്യിൽ കൊടുക്കും. അങ്ങനെ കഅബാലയത്തിന്റെ ഓരോ ഇഷ്ടികകൾ ഇളക്കി കൈമാറി ജിദ്ദ കടലിടുക്കിലേക്ക് വലിച്ചെറിയുമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ
റസൂൽ അവസാനിപ്പിച്ചില്ല. 14 നൂറ്റാണ്ട് മുമ്പ് മുത്തായ നബി കഅബാലയം പൊളിക്കുന്ന കഥ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇബ്രാഹിം നബി തന്റെ മകന്റെ കൈകൾ കൊണ്ടുവച്ച കഅബാലയത്തിന്റെ ഇഷ്ടിക ആദ്യമായിട്ട് ഇളക്കുന്നവൻ അവൻ പൊക്കം കുറഞ്ഞ ഒരു കുള്ളനായിരിക്കും. അവന്റെ കാലിന്റെ കുതി മുമ്പോട്ടായിരിക്കും, അവന്റെ കാലിന്റെ വിരലുകൾ പുറകോട്ടായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കാലിന്റെ കുതി മുമ്പോട്ട് നിൽക്കുന്ന വിരലുകൾ പുറകോട്ട് കാൽപ്പാടം തിരിഞ്ഞു നിൽക്കുന്ന കറുകറുത്ത കുള്ളനായ പൊക്കം കുറഞ്ഞ മനുഷ്യനാണ് കഅബാലയം പൊളിക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇബ്രാഹിം നബിയുടെ കൈകൾ കൊണ്ട് പടുതുയർത്തപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഅബാലയം പൊളിച്ചാൽ പിന്നെ ലോകത്തിന്റെ നിലനിൽപ്പില്ല. ഇവിടെ ഞാൻ വിശുദ്ധ ഖുർആന്റെ ഒരൊറ്റായത്ത് നിങ്ങൾ കോതി കേൾപ്പിക്കട്ടെയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തെ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമി ഖിയാമൻ ലിന്നാസ്. കഅബാലയത്തെ ഈ ലോകത്തിന്റെ നിലനിൽപ്പാക്കിയിരിക്കുകയാ. കഅബയില്ലെങ്കിൽ പിന്നെ ലോകമെന്തിന്? സഹോദരങ്ങളെ, ഈ വലിയ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയ ആ സമചതുരമാണെങ്കിൽ അല്ലാഹു പറഞ്ഞ് കഅബാലയം പൊളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകത്താർക്ക് നിസ്കാരമില്ല, നോമ്പില്ല, സൽക്രമമില്ല. കഅബയില്ലാതെ നിസ്കാരം എവിടെ? കഅബയില്ലാതെ നിസ്കാരം എവിടെ? ഒരു മനുഷ്യർക്കും പിന്നീട് നിസ്കാരമില്ല. കഅബയില്ലെങ്കിൽ പിന്നെ എവിടേക്ക് തിരിയാ? സഹോദരങ്ങളെ, ആ കറുത്ത തുണിയിട്ട് മൂടിയ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, മക്ക എന്ന് പറഞ്ഞാൽ ഒരു കറുപ്പിന്റെ സമ്മേളനമാണ്. കറുത്ത കില്ല, കറുത്ത കല്ല്, കറുത്ത പെണ്ണ്, ഈ 3 കറുപ്പിന്റെ സമ്മേളനമാണത്. ഒന്ന് കറുത്ത കില്ലത്തുണിയുടെ കഅബാലയം മൂടിയിട്ട കറുത്ത തുണി, അതിന്റെ തൊട്ടുഭാഗത്തൊരു കറുത്ത കല്ല് ഹജറുൽ അസ്വദ്, പിന്നീട് ഒരു സഫയും മറുവയും. ആ സഫയും മറുവയുമാണെങ്കിലോ കറുകറുത്ത ഹാജറയുടെ പ്രതീകം. കറുകറുത്ത ഹാജറ എന്ന പെണ്ണോടി നടന്ന സഫാ മറുവ, കറുകറുത്ത കല്ല് വെച്ച ഹജറുൽ അസ്വദ്, കറുകറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയ കഅബാലയം ഒരു കറുപ്പിന്റെ സമ്മേളനമാണത്. ഒരാൾക്ക് കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നോക്കാൻ ഇഷ്ടമില്ല. വെളുപ്പ് കണ്ടാലാണ് വീണ്ടും വീണ്ടും നോക്കാൻ ഇഷ്ടം. കറുത്തത് കണ്ടാൽ പിന്നെ നോക്കാൻ തോന്നുമോ? പക്ഷേ സഹോദരങ്ങളെ, വിദാഇന്റെ തവാഫ് ചെയ്യുമ്പോ മക്കയിൽ നിന്ന് മദീനയിലോട്ട് പോകാൻ പോകുമ്പോ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിപ്പോയി കറുത്ത പെണ്ണെ, കറുത്ത പെണ്ണോടി നടന്നിയ സഫാ മറുവ, കറുത്ത കല്ല് കിടന്ന ഹജറുൽ അസ്വദ്, കറുത്ത തുണി കൊണ്ട് മൂടിയിട്ട കഅബ. ആ കഅബയിലേക്ക് കൊച്ചുകുട്ടിയെ പോലെ തിരിഞ്ഞു നോക്കി. ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് വിട്ടുപോകുന്ന കൊച്ചുകുഞ്ഞിനെ പോലെ മക്കയോട് സലാം പറയുമ്പോ മദീനയിലോട്ട് നടന്നു പോകുമ്പോ കറുത്ത കഅബേ നീ ഇങ്ങനെ ആകർഷിക്കുന്നുവോ? ആ കറുത്ത തുണിയിട്ട് മൂടിയ കഅബാലയം നശിപ്പിക്കപ്പെട്ടാൽ ലോകത്തിന് നിലനിൽപ്പില്ല, ആളുകൾക്ക് നിസ്കാരമില്ല. ഇങ്ങനെ നിസ്കാരമില്ലാതെ 3-4 ദിവസം കഴിഞ്ഞു പോകും. അങ്ങനെ ഒരു വ്യാഴാഴ്ച ദിവസമെത്തി. വ്യാഴാഴ്ച ദിവസം രാത്രി എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ഒരു വ്യാഴാഴ്ച രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്നു. വെള്ളിയാഴ്ച രാവിലെ ലോക ജനസമൂഹം മുഴുവനും ഉറക്കത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. എവിടെ നിന്നതോ ഒരു സൈറന്റെ മുഴക്കം പോലെ, എവിടെ നിന്നോ ഒരു ഇടിമുഴക്കം പോലെ. ഒരു വെള്ളിയാഴ്ച പ്രഭാതമായി ഉറങ്ങിക്കിടക്കുന്നവര് കേൾക്കുന്നത് അകലെ നിന്നെവിടെയോ കാതിലേക്ക് അടിച്ചടിച്ചു വരുന്ന ഒരു മണിനാദം. എന്താണെന്ന് നോക്കാൻ വേണ്ടി ആളുകൾ തല ഉയർത്തുമ്പോ ആ ശബ്ദമേതെന്നറിയുമോ? ആ ശബ്ദമേതെന്നറിയോ? ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫസൈഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്. ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുന്ന ശബ്ദം വെള്ളിയാഴ്ച രാവിലെ. സഹോദരങ്ങളെ, ഒരു കാര്യം ഉറപ്പാണ്, ലോകം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച കടന്നുറങ്ങി, വെള്ളിയാഴ്ച പിന്നെ എഴുന്നേൽക്കലില്ല. എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുന്നു. ആളുകൾ അത്ഭുതത്തോടെ നോക്കുമ്പോ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ ഇതാ കേൾക്കുന്നത് എന്തെന്നറിയുമോ? ഇത് ശംസു കുവ്വിറത് വൈദൻ നുജൂമൻ കദറത് വൈദൽ ജിബാലു സുയ്യിറത് വൈദൽ ഇശാറു തിലത് വൈദൽ മുഹൂശു ഹുശിറത് വൈദൽ നുഫൂസു സുവിദത് വൈദൽ മൗഊദ
ആകാശം പൊട്ടിപ്പിളരുന്നു, നക്ഷത്രങ്ങൾ ഉതിർന്ന് താഴോട്ട് വീഴുന്നു, ഭൂമി കിടുകിടാ വിറക്കുന്നു, ഈ പർവ്വതങ്ങൾ മുഴുവനും പഞ്ഞിക്കെട്ടുകൾ പോലെ പറന്ന് നടക്കുന്നു. സഹോദരങ്ങളെ, ലോകത്തോട്ട് നോക്കുമ്പോൾ മനുഷ്യൻ കാണുന്നത് എന്താ? മേലാപ്പ് പോലെ നിന്ന് ആകാശമതാ പൊട്ടിപ്പിളരുകയാണ്. ആകാശം, നക്ഷത്രങ്ങൾ മുഴുവനും മൂവാണ്ടന്മാങ്ങ താഴോട്ട് വീടുന്നത് പോലെ ഉതിർന്നു വീടുന്നു. പിന്നീട് സൂര്യനില്ല, ചന്ദ്രനില്ല, നബൂലയില്ല, താരാപഥമില്ല, ഉൽക്കകളില്ല, ഗാലക്സിയില്ല. ലോകം മുഴുവനും ഇരുട്ടിൽ കിടക്കുമ്പോ, ലോകം മുഴുവനും ഇരുട്ട് മൂടുമ്പോ ആ സമയത്ത് ഭൂമിയുടെ അവസ്ഥ എന്താ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അത്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഭൂമി കിട്ടുകിട്ടാവറക്കാൻ തുടങ്ങി, ഭൂമി കിട്ടുകിട്ടാവറക്കാൻ തുടങ്ങി. ഭൂമി ഒരു സംഹാര താണ്ഡവമാടുകയാണ്. ഭൂമി പല കഷണങ്ങളായി പൊട്ടിപ്പിളരലായി. ഭൂമി അതിന്റെ ഉള്ളിൽ കിടന്ന സർവ്വതിനെയും വെളിയിലോട്ട് തള്ളുകയാ. മുഫസ്സിരീങ്ങൾ പറയുന്ന അതേവരെ ഭൂമിയിൽ കുടിച്ചിട്ട സർവ്വ മയ്യത്തുകളും വെളിയിലോട്ട് വരും. മനുഷ്യന്റെ കാലിന്റെ ചുവട്ടിലൂടെ മൃതശരീരങ്ങൾ ഉയർന്നെടുക്കുന്നു. ആകാശം പൊട്ടിപ്പിളരുന്നു, നക്ഷത്രങ്ങളെ താഴോട്ട് വീടുന്നു, നബൂലകൾ കെട്ടുപോകുന്നു, ഭൂമി കിടുകിടാ വിറക്കുന്നു, വടവൃക്ഷങ്ങൾ മുഴുവനും പിടിതെറിയപ്പെടുന്നു, പാറക്കെട്ടുകൾ പഴം തുണിക്കെട്ട് പോലെ പറന്ന് നടക്കുന്നു, നാൽക്കാലികൾ ചത്തൊടുങ്ങുന്നു, വടവൃക്ഷങ്ങൾ പതറി വീടുന്നു, കുയിലുകളും സർവ്വതും ചത്തൊടുങ്ങുന്നു. ജീവജാലങ്ങൾ തങ്ങളുടെ മുമ്പിലൂടെ ചത്തൊടുങ്ങി നടക്കുമ്പോ പരിഭ്രാന്തിയോടെ മനുഷ്യൻ വിളിച്ചു ചോദിക്കും, വഖാലൽ ഇൻസാനു മാ ലഹാ. ഈ ഭൂമിക്കെന്ത് പറ്റിപ്പോയി, ഈ ഭൂമിക്കെന്ത് പറ്റിപ്പോയി? പർവ്വതങ്ങളെ പൊട്ടിത്തകരുന്നവല്ലോ. വയസ്അലൂനക അനിൽ ജിബാൽ ഫകുൽ യൻസിഫുഹാ റബ്ബി നസഫാ ഫയദറുഹാ കഅന സഫ്സഫാ ലാ തറാ ഫീഹാ ഇവതന വലാ അംദാ. പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമായി മാറുമ്പോ പൊട്ടിപ്പിളർന്ന് തകർന്നു വീഴും അമ്പരം എന്നുള്ളതും ഖുർആനിലുണ്ട് വിളംബരം. സർവ മനുഷ്യരും ചത്തൊടുങ്ങി മരിച്ചൊടുങ്ങി. ഈ ഭൂലോകത്ത് പിന്നെ സൂര്യനില്ല, താരാപഥമില്ല, നക്ഷത്രമില്ല, ഉൽക്കയില്ല, ഗാലക്സിയില്ല, മാമരങ്ങളില്ല, മാമലകളില്ല, മാമയിലുകളില്ല. സർവ്വതും തകർന്ന് തരിപ്പണമാകും. കുല്ലുമൻ അലൈഹാ വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സർവ്വതും തകർന്ന് തരിപ്പണമാകും. വയബ്കാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. മാന്യനും പ്രതാപവാനുമായ അല്ലാഹു മാത്രം ബാക്കിയാകും. സർവ്വതും തകർന്നു. പിന്നെ ഭൂമിയില്ല, നക്ഷത്രമില്ല, ഒന്നുമില്ല. അങ്ങനെ ലോകം മുഴുവനും ഇസ്രാഫീൽ സൂറെന്ന കാഹളത്തിൽ ഊതും. എന്താണ് ആ കാഹളം? എന്താണ് ആ ഊതൽ? ലോകാവസാനത്തിന് മുമ്പ് പ്രവാചകൻ പറഞ്ഞ കുറെ അടയാളങ്ങൾ, അതിന്റെ ശാസ്ത്രീയ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? ഇദശംസു കുവ്വിറത്, ലോകാവസാനത്തിൽ സൂര്യനെ ചുരുട്ടപ്പെടുമെന്ന് പറഞ്ഞു. ചുരുട്ടുവോ? ഈ ലോകാവസാനത്തിൽ ആരൊക്കെ മരിക്കും? മനുഷ്യർ മരിക്കും, മലക്കുകൾ മരിക്കൂ, ജിബ്രീൽ മരിക്കും, അസ്രായീൽ മരിക്കും. ലോകാവസാനം നടക്കുമ്പോ എല്ലാവരും റൂഹ് പിടിക്കേണ്ട ജോലി ആർക്കാ? അപ്പൊ അസ്രായീൽ മരിക്കും. ഒത്തിരി ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങളുണ്ട് ഇവിടെ. ലോകം മുഴുവൻ അവസാനിക്കുമ്പോ എല്ലാവരുടെയും റൂഹ് അസ്രായീൽ പിടിക്കണം. അപ്പൊ അസ്രായീൽ മരിക്കും, മലക്കുകൾ മരിക്കും, ജിബ്രീൽ മരിക്കൂ, മുൻകർ നക്കീർ മരിക്കൂ. മുൻകർ നക്കീർ മരിച്ചാൽ പിന്നെ ഇവരെ കബറടക്കുമ്പോ കബറിൽ ചോദ്യം വേണ്ടേ? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഉത്തരം നമുക്ക് നാളെ കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ ഉത്തരം നമുക്ക് നാളെ. ലോകാവസാനത്തിൽ ഞാൻ ഈ പറഞ്ഞ അടയാളങ്ങൾ മുഴുവനും, ജപ്പാനിൽ ദുരന്തം ഉണ്ടായി, ഭൂകമ്പം ഇല്ലേ? ലോകം മുഴുവനും, പ്രപഞ്ചം 4 അടി തള്ളി മാറി. ജപ്പാൻ ഇരുന്നിടത്ത് 8 അടി മാറി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു നാടിന്റെ ചെറിയ ഒരു ഭാഗത്ത് അള്ള ഒരു കുലുക്കം കുലുക്കിയപ്പോ ആ രാജ്യം മുഴുവനും ഇരുന്നിടത്ത് നിന്ന് 8 അടി തന്നെ മാറി. ഇതെന്റെ കണക്കല്ല, ഏറ്റവും വലിയ കണക്കാണിത്. ഭൂമി തെന്നി മാറും.
നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് ഒരു കുരുക്കം ഉണ്ടായപ്പോൾ മുകളുകളെ 8 അടി മാറിയിട്ട് മറ്റേ മാമൂട് പള്ളിയുടെ അടുത്ത് വരിക്കും. ഇത് ഏറ്റവും പുതിയ കണക്കാണ്. ഒരു ഭൂകമ്പം ഉണ്ടായപ്പോ ഒരു രാജ്യം 8 അടി മാറി, ഭൂഗോളം ഒന്നടങ്കം 4 അടി തന്നെ മാറി. ഖുർആൻ എന്ത് പറയുന്നു? സൂറത്തുൽ അഹ്സാബ്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കൂ. ലോകാവസാനം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രഭാഷകന്റെ വാചക കസർത്ത് മാത്രമാണോ? അതല്ല, ഭൂമിയിൽ തെളിയിക്കപ്പെട്ട ഒന്നാണ്. ശാസ്ത്രലോകം മുഴുവനും തെളിയിക്കപ്പെട്ട മുഴുവൻ ദൃഷ്ടാന്തങ്ങളും നമ്മുടെ മുമ്പിൽ ഇൻഷാ അല്ലാഹ് നാളെ വരെ ഞാൻ കാണിച്ചത്. ഇതെന്റെ ആത്മവിശ്വാസമാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ കയ്യിലിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ SSLC ആണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്കിതൊക്കെ പറഞ്ഞ് പരലോകത്തിന്റെ കുറെ അവസ്ഥയും കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ റാഹത്തായിട്ട് പിരിയാം. എന്നാലേ കിയാമത്ത് നാൾ അവസാനം. ഇപ്പൊ ഞാൻ കിയാമത്ത് നാൾ നടക്കുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. മഹദി വരിക, യജൂജ് മൗജൂജ് വരിക, ഹദീസിൽ നബിതങ്ങൾ പറഞ്ഞത് മാത്രമാണ്. ആ പറഞ്ഞതിനെ നമ്മുടെ കാലഘട്ടവുമായിട്ട് ഇനി ബന്ധിപ്പിക്കണം. എന്നിട്ട് ലോകത്തുള്ള മുഴുവൻ ആളുകളും തലകുലിക്ക് സമ്മതിക്കും 14 നൂറ്റാണ്ട് മുമ്പ് ആമിനയുടെ മുത്തുമോൻ ഓതിപ്പറഞ്ഞത് തന്നെയാണ് സത്യം. ഖുർആനിലെ ചിതറിക്കിടക്കുന്ന 100 കണക്കിന് ആയത്തുകൾ ലോകാവസാനത്തിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അടയാളങ്ങൾ മുഴുവനെ ശരിവെക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ പൂർത്തീകരണം നാളെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിപ്പോ ഞാൻ എന്റെ അറിവിന്റെ പരിമിതിയുടെ ഉള്ളിൽ നിന്ന് ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്രയും തലകുനിക്കുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് അഗാധമായി പഠിച്ച ആളുകൾ, എത്രയോ ആളുകൾ, അവരുടെ മുഖതാവിൽ നിന്ന് ഇത് കേൾക്കാൻ കഴിഞ്ഞാലോ? ഇതൊരു ചെറിയ വിഷയമൊന്നുമല്ല. ഇനി നമ്മൾ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ലോകത്തിന്റെ മുന്നിൽ ആർജവത്തോടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കണം. ലോകാവസാനം എന്നൊരു ചർച്ച വന്നാൽ നിങ്ങൾ കാണാറില്ലേ? പോകുന്ന വഴിക്കൊക്കെ പോസ്റ്റർ കാണാം, ഇതാ യേശു വരുന്നു. ലോകാവസാനത്തിന് മുന്നോടിയായിട്ടാണ് യേശു വരുന്നത്. ഈസാ നബി വരുന്നു എന്ന് ചുമരെഴുതുന്നത്. യേശു വരുന്നു, ഇതാ സ്വർഗരാജ്യം സമാഗതമായി, യേശുവെ കടന്നു വരിക, ഇതാ സ്വർഗരാജ്യം കടന്നു വരാറായി, സുവിശേഷത്തിൽ വിശ്വസിക്കുക. യേശു വരാറായി എന്ന് പറഞ്ഞ് ലോകത്ത് മുഴുവനും ക്രൈസ്തവ സഹോദരങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ നടത്തുകയാണ്. ഇവിടെ ഈസാ നബി എവിടെ ഇറങ്ങുമെന്നും എങ്ങനെ ഇറങ്ങുമെന്നും ലോകം എങ്ങനെ അവസാനിക്കുമെന്നും ലോകത്തോട് ഒരു കണിശതയുടെ പോലും ഒരൽപ്പം സംശയം പോലും നിവർത്തി വെക്കാതെ ബാക്കി വെക്കാതെ പറഞ്ഞ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അള്ളാഹു പറഞ്ഞു, യൗമ നത്വി സമാഅക തയ്യി സിജില്ലിൽ കുതുബ്. നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അള്ളാഹ് പറഞ്ഞു, ഈ പുസ്തകം മടക്കി വെച്ചിരിക്കുന്ന പോലെ ആകാശത്തെ മടക്കി ഞാൻ പിടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. കോളേജിൽ പോകുന്ന കുട്ടികളെ പുസ്തകം മടക്കി പിടിക്കൂലേ കയ്യിൽ? ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടി, അത് മടക്കി നമ്മൾ കയ്യിൽ പിടിച്ച അള്ളാഹ് പറയാ, യൗമ നത്വി സമാഅ, ഈ ആകാശത്തെ ഞാൻ ചുരുട്ടിക്കെട്ടും, കതയ്യി സിജില്ലിൽ കുതുബ്, പുസ്തകം ചുരുട്ടി പിടിച്ചിരിക്കുന്നത് പോലെ. എങ്ങനെയാണ് ആകാശത്തെ ചുരുട്ടുക? ഈ ആകാശത്തെ ചുരുട്ടാൻ പറ്റുമോ? പള്ളിയിലെ പായ മോദിയും ചുരുട്ടണമാതിരി? നാളെ വരെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കാം. ബാക്കി ഞാൻ ഈ പറഞ്ഞ പോലെ മലക്കുകൾ എങ്ങനെയാണ് ലോകാവസാനത്തിൽ. ശരി, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അർഹമർറഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. ഭാവി ജീവിതം പാപരഹിതമാക്കണേ അല്ലാ. പൈശാചിക ദുർബോധനത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോര കബറിടം വിശാലമാക്കണേ അല്ലാ. പടച്ചവനെ, രോഗബാധിതരായി കഴിയുന്നവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും മരിക്കുന്നത് വരെ മാരകമായ രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ സാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്. വിദേശ രാഷ്ട്രങ്ങളിൽ പലയിടത്തും കലാപ കലുഷിത സാഹചര്യങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ നീ കാത്തോളണേ അല്ലാ. നീ കാത്തോളണേ തമ്പുരാനെ. അവരുടെ കുടുംബത്തിലും നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ വിശുദ്ധമായ ഖുർആന്റെ കലാമ് കേൾക്കാൻ അങ്ങ് അകലെ നിന്ന് വരെ ഓടിയെത്തിയ സഹോദരങ്ങൾ, മണിക്കൂറുകളോളം ഈ സദസ്സിൽ ഒരലോ
അലോസരമില്ലാതെ ഒരു തളർച്ചയില്ലാതെ റബ്ബേ കൗതുകത്തോടെ ആഗ്രഹത്തോടെ കേട്ടിരുന്ന ഈ പാവങ്ങൾ അല്ലാഹുവേ നീ അവരെ കാണുന്നില്ല തമ്പുരാനെ. രാവിലെ മുതൽ അധ്വാനിച്ചിട്ട് കിടന്നുറങ്ങേണ്ട സമയം അല്ലാഹുവേ അകലെ നിന്ന് പോലും ഇവിടെ എത്തിയവരുണ്ട്, താല്പര്യത്തോടെ വന്നിരുന്നവരുണ്ട്. അല്ലാഹുവേ അവര് നിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. പടച്ചവനെ അവരുടെ മനസ്സിന്റെ നിത്യജീവിതത്തിന്റെ നിതാന്ത വേദനകൾ മനസ്സിൽ പേറുന്ന ഈ പാവങ്ങളുടെ ദുഃഖങ്ങൾ നീ അറിയുന്നുണ്ടല്ലോ റബ്ബേ. പടച്ചവനെ നെഞ്ചിന്റെ നീട്ടല് നിനക്കറിയാം തമ്പുരാനെ. ആരോടും പറയാതെ ഹൃദയത്തിന്റെ ചെപ്പിനുള്ളിൽ സൂക്ഷിക്കുന്ന രഹസ്യ ദുഃഖങ്ങൾ പോലും അറിയുന്നവനെ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഈ ഭിക്ഷുക്കളെ നീ കാണുന്നില്ലേ അല്ലാ? ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ കാണുന്നില്ല തമ്പുരാനെ. ഞങ്ങളുടെ ദുഃഖങ്ങൾക്കൊരറുതിയില്ലേ തമ്പുരാനെ. അല്ലാഹുവേ കരഞ്ഞ് 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 കണ്ണുനീര് വറ്റുന്നു തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റി ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. പടച്ചവനെ സന്തോഷം നൽകണേ തമ്പുരാനെ. ഈ കൂട്ടത്തിൽ വൃദ്ധന്മാരുണ്ട്, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ യുവാക്കൾക്ക് നീ ഇസ്ലാമിക തഖ്വ നൽകണേ തമ്പുരാനെ. ഇസ്സത്തുള്ള ഇസ്ലാമിസ്റ്റുകളാക്കണേ അല്ലാ. ഈ സമൂഹത്തിന്റെ നട്ടെല്ലുകളാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ തലമുറയെ നീ ഹറാമിലേക്ക് വഴുതി വീഴിക്കല്ലേ അല്ലാ, വഴുതി വീഴിക്കല്ലേ അല്ലാ. ഇതേപോലെ നിന്റെ ഖുർആൻ കേൾക്കാൻ ആകാംക്ഷയോടെ എത്തുന്ന തലമുറയാക്കി നിലനിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഇതിൽ കച്ചവടക്കാരുണ്ട്, കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കൂലിപ്പണിക്കാരുണ്ട്, നീ തളർത്തിക്കളയല്ല തമ്പുരാനെ. പടച്ചവനെ ഡ്രൈവർമാരുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. പടച്ചവനെ അവരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ തൊഴിലിൽ നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ആറ്റുനോറ്റ് വളർത്തുന്ന ഞങ്ങളുടെ പൊന്നുമക്കൾ, ആ മക്കളെ നീ ഒരു നല്ല തീരത്തെത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ഞങ്ങൾക്ക് കൺകുളിർമയേകുന്നതാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ലാഹുവേ. ഏതൊക്കെ വിഷമങ്ങൾ മനസ്സിൽ നിറഞ്ഞാലും വീടിന്റെ ഉമ്മറപ്പടിയിൽ ഞങ്ങളെയും കാത്തു പുഞ്ചിരിയോടെ നിൽക്കുന്ന പൊന്നുമക്കളുടെ പുഞ്ചിരി കാണുമ്പോ എല്ലാ ദുഃഖങ്ങളും മലിഞ്ഞില്ലാതായി പോകും റബ്ബുരാനെ. പടച്ചവനെ ഉപ്പാന്ന് വിളിച്ചോടി വന്ന് മടിത്തട്ടിലിരുത്തി കവിളത്തൊരു ചുംബനം നൽകുമ്പോ അല്ലാഹുവേ ഹൃദയത്തിന്റെ തണുപ്പത് പറയാൻ പറ്റാത്ത തണുപ്പാണ് തമ്പുരാനെ. നീ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ പൊന്നുമക്കളാണ് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീ ഒരു നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്നൊരവസ്ഥ വരുത്തല്ല റബ്ബേ. രോഗം കൊണ്ടോ ബുദ്ധിമുട്ടിക്കല്ലേ തമ്പുരാനെ. നിരന്തരം കേൾക്കുന്ന വാർത്തകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീക്കനലായി പൊരിയുന്നു തമ്പുരാനെ. ചുണ്ടത്ത് ചുംബനം തന്ന് സ്കൂൾ ഭാഗം തൂക്കിപ്പോകുന്ന മക്കളാണ്. തണുത്തുറഞ്ഞ ശരീരങ്ങളായി വീടിന്റെ ഉമ്മറപ്പടിയിലോട്ട് കടന്നു വരുന്നത്. പൊന്നുമോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്ന നിസ്സഹായരായ ഉമ്മമാർ. അല്ലാഹുവേ തിരുവനന്തപുരത്ത് പാർവതി പുത്തനാറിൽ ദുരന്തം നടന്നപ്പോ 7 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ പൊന്നുമോനാണ് വെള്ളത്തിലേക്ക് മുങ്ങിത്താണ് പോയത്. അല്ലാഹുവേ ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാത്തോളണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ സ്നേഹിക്കുന്നവരെ നീ ജീവിതത്തിൽ വിട്ടുപിരിപ്പിക്കല്ല തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ കണ്ടു കൊതി തീർന്നിട്ടില്ല അല്ലാഹുവേ. ഞങ്ങളെ വളർത്തി വലുതാക്കി കഷ്ടപ്പെടുത്ത് മുണ്ടു മുറുക്കിയെടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ ഞങ്ങളുടെ പൊന്നുമ്മമാർ അല്ലാഹുവേ അവരോടൊത്ത് ജീവിതം പങ്കിട്ട് കൊതി തീർന്നിട്ടില്ല തമ്പുരാനെ. നീ അല്ലാഹുവേ തിരിച്ചു വിളിച്ച് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമ്മമാരെ ഒന്ന് കാണാനെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ നീട്ടേക്കണേ തമ്പുരാനെ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അവരെ ഹലാലായി ഹാസിലാക്കണേ അല്ലാ, ഹാസിലാക്കണേ തമ്പുരാനെ. ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യം നീ നിലനിർത്തി തരണേ അല്ലാ. പടച്ചവനെ ഒരു മാരക രോഗവും വരുത്തല്ല റബ്ബേ. പണ്ട് രോഗങ്ങൾക്ക് ലക്ഷണങ്ങളുണ്ട് അല്ലാഹുവേ, ഇപ്പോൾ ലക്ഷണമില്ലാത്ത രോഗമാണ് പടർന്നു പന്തലിക്കുന്നത്.
ഒരു ക്യാൻസറിന്റെ രോഗാണു രോഗി അറിയാതെ 15 വർഷം മുമ്പേ അവന്റെ ശരീരത്തിൽ കയറുമെന്നാണ്. അല്ലാഹുവേ, ഈ ശരീരത്തിൽ ഏതൊക്കെ രോഗാണുക്കൾ കൂടുകെട്ടി പാർക്കുന്നെന്ന് ഞങ്ങൾക്കറിയില്ല തമ്പുരാനെ. അറിയുന്നവൻ നീ മാത്രമാണ് അല്ലാഹുവേ. ഈ പതിഞ്ഞ സ്വരത്തിൽ കണ്ണ് നിറഞ്ഞ് നിന്നോട് പറയുന്ന ആമീൻ നീ കേൾക്കുന്നല്ലോ അല്ലാഹുവേ, നീ കേൾക്കുന്നല്ലോ അല്ലാഹുവേ. കരിമ്പാറക്കെട്ടിലൂടെ കടന്നു പോകുന്ന കട്ടുറുമ്പിന്റെ ശബ്ദം പോലും നിനക്കറിയാം തമ്പുരാനെ. അല്ലാഹുവേ, അടക്കി പിടിച്ച ഹൃദയത്തിന്റെ വിങ്ങലുകളുള്ള ഈ ആമീൻ നീ കേൾക്കുന്നുണ്ടല്ലോ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങളെ തളർത്തല്ലേ അല്ലാ, ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. കരയാൻ ഞങ്ങൾക്ക് കണ്ണുനീര് ബാക്കിയില്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ പൂർണ്ണമായി സ്വീകരിക്കണേ അല്ലാ. മരിക്കുന്നത് വരെ 5 വഖ്ത് നിസ്കാരം ഖളാക്കാതെ അനുഷ്ഠിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങൾ നിർവഹിക്കുന്ന സുന്നത്ത് കർമ്മങ്ങൾ അല്ലാഹുവേ നിർബന്ധ ബുദ്ധിയോടെ പാതിരാവിലെ എഴുന്നേറ്റ് നിന്റെ മുമ്പിൽ തഹജ്ജുദിന് വേണ്ടി ശിരസർപ്പിക്കാൻ അതിൽ നീ മടിയൊന്നും നൽകല്ലേ തമ്പുരാനെ. നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വിനീതനോട് ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ, കബീർ ഉസ്താദെ എവിടെ പോയാലും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ എത്രയോ ആളുകൾ ഏതൊക്കെ നാടുകളിൽ, ഏതൊക്കെ വീടുകളിൽ, എവിടെയൊക്കെ ഇടങ്ങളിൽ, അല്ലാഹുവേ അവരെ നിനക്കറിയാം തമ്പുരാനെ. പടച്ചവനെ, മഹല്ലുകളിൽ സേവനം അനുഷ്ഠിക്കുമ്പോ ഭക്ഷണം നൽകിയവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഉസ്താദേ എന്ന് വിളിച്ച് സ്നേഹത്തോടെ എപ്പോഴും കുശലാന്വേഷണം നടത്തി എന്തിനു വിളിച്ചാലും ഓടിയെത്തുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ, അല്ലാഹുവേ നീ അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. ലക്ഷോപലക്ഷങ്ങളെ പക്ഷമില്ലാതെ രക്ഷിക്കുന്ന ശിക്ഷിക്കുന്ന രക്ഷിതാവേ, നിന്റെ കരുണാ കടാക്ഷത്തിന്റെ അക്ഷയക്കനിയിൽ നിന്ന് വർഷിക്കുമ്പോ ഈ ഭിക്ഷുക്കൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നിങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. നാളെ ഈ സദസ്സിന്റെ സമാപനത്തിൽ അല്ലാഹുവേ നിന്റെ റസൂലിന്റെ തിരു ഹളറത്തിലേക്ക് സലാത്ത് ചൊല്ലി ഇതേപോലെ പാതിരാ സമയത്ത് ദുആയ്ക്ക് വേണ്ടി കണ്ണുനീരിൽ കുതിർന്ന് കൈയുയർത്തുമ്പോ നാളെ ഈ സദസ്സിൽ ഞങ്ങളെ ഇതേപോലെ ഒരുമിപ്പിക്കണേ തമ്പുരാനെ. ഒരാളെപ്പോലും നീ മാറ്റി നിർത്തല്ലേ അല്ലാഹുവേ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം.